ഇറങ്ങാണേ എനിക്കൊക്കെ പഠിക്കാം പണി മാറുന്നില്ല അവിടെ വെച്ചിട്ട് പതപ്പൊക്കെ ഓർഡറി പതക്കെ ആറുമുഖ അന്നെടുക്കടാ എടുക്കാം ഇവിടെ ഇരുന്നോളല്ലേ താർപ്പത്തിരുന്നോളല്ലേ ഉള്ളിൽ കയറ്റുണ്ടേ അപ്പൊ ഉള്ളിൽ കയറുന്നില്ല. നമസ്കാരം, ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ആരെയും സങ്കടപ്പെടുത്താനോ കരയിക്കാനോ വേണ്ടി വന്നതല്ല, മറിച്ച് ഈ ഇരിക്കുന്ന ഈ കുടുംബത്തിന് നമ്മളല്ലാതെ വേറെ ആരുമില്ല. ഞാനിപ്പോ പാലക്കാട് കൽപ്പാത്തിയില് തോണിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. സെറിബ്രിയൻ പൾസി എന്ന് പറയുന്ന അതിമാരകമായ രോഗം ബാധിച്ച ഈ 2 കുട്ടികളുമായി ഒരമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തമായി 1.25 സെന്റ് സ്ഥലമാണ് അവർക്കുള്ളത്. ആ സ്ഥലം ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ബാങ്കിൽ പണയം വെച്ച് അതിന് ജപ്തി നോട്ടീസ് വന്ന് ഏകദേശം ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾക്കകം വീട് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവരിപ്പോ ഉള്ളത്. ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നത് പാലക്കാടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ്. വീട് മുഴുവൻ വെള്ളം കയറി എല്ലാം നശിച്ചപ്പോ ക്യാമ്പിലേക്ക് ഇവർക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ ഇവരുടെ ഈ ദയനീയമായ അവസ്ഥ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോ നമ്മൾ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ ക്യാമ്പിൽ ഇരിക്കണ്ടേ, ഞാൻ നിങ്ങൾക്കൊരു വാടക വീട് എടുത്തരാം, അങ്ങോട്ട് മാറാതാ പറഞ്ഞത്. പക്ഷേ എങ്കിലും വേണ്ട. അവിടെ വന്ന് നോക്കിയപ്പോ വീടിന്റെ അവസ്ഥയും വളരെ മോശമാണ്. വെട്ടുകല്ലും അതുപോലെ നിലമൊന്നും തേക്കാതെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോ ഈ കുടുംബത്തിന്റെ കാര്യം നമുക്ക് എന്ത് വില കൊടുത്തും നമുക്കിത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഇവരെ സഹായിക്കാൻ ഇവർക്ക് ആരുമില്ല. ഇവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരണപ്പെട്ടു. ഇവർക്ക് 3 മക്കളാണ്. അതിൽ ഈ 2 കുട്ടികൾക്കും ഒരേ അസുഖമാണ്. ഈ വർഷക്കും അതുപോലെ തന്നെ ഈ കുട്ടിക്കൊക്കെ വേറൊരു കുട്ടി കൂടി ഉണ്ട്, അതൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി +1 പഠിക്കുന്നത്. അപ്പൊ ഈ അസുഖം ബാധിച്ച 2 കുട്ടികളുമായിട്ട് ഈ അമ്മ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായ കൂലിപ്പണി എടുത്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോ ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോ എന്താണെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടതിലൊക്കെ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ജീവിതം തന്നെയാണിത്. കാരണം നമ്മൾ ഇതുപോലെ ഒരു കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്. പല വീടുകളിലും ഒരു കുട്ടി ഉണ്ടാകും, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച ഒരു വ്യക്തി ഉണ്ടാവും. പക്ഷേ ഈ ഇത്രക്കും രീതിയിലുള്ള 2 കുട്ടികളെയും കൊണ്ട് ഒരു അമ്മ കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ അർത്ഥം മനസ്സിലാകുന്നത് ഇവരെ കാണുമ്പോഴാണ്. അത്രമാത്രം ഈ കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഏതെങ്കിലും കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞാൽ ഈ വീട് വരെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം അതിന് ജപ്തിയും കൂടി ആയിരിക്കണം. അപ്പോ എന്ത് വില കൊടുത്തും നമുക്ക് ഇവരുടെ ആ ജപ്തി നമുക്ക് അതൊന്ന് ഇതാക്കി കൊടുക്കണം. 1.5 ലക്ഷം രൂപയാണ് അല്ലെ ബാങ്കിൽ നിന്ന് എടുത്തത്? 1.60 എടുത്തിട്ടുള്ളത്. അത് പലിശ കയറി അത് വലിയൊരു ഇതായിട്ട് കിടക്കാണ്. അപ്പൊ ആ ജപ്തി ഒഴിവാക്കി നമുക്ക് അവർ ആധാരം എടുത്തു കൊടുക്കണം. വീടിന്റെ അവസ്ഥ വളരെ മോശമാണ്. ആ വീട് തേച്ച് അതിനെ ടൈൽസ് ഇട്ട് അത് ഭംഗിയാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ കണ്ടില്ലേ ഇല്ലേ? ശരിയാക്കണ്ടേ വീട് ശരിയാക്കണ്ടേ? എന്നിട്ട് TV ഒക്കെ വെക്കണ്ടേ? ഇവന് TV ഒക്കെ വെച്ചു കൊടുക്കണം. അല്ലേ? TV ഒക്കെ ഒറ്റക്കിടുന്ന് പറയുന്നുണ്ട് അല്ലേ? ഒറ്റക്കിടൂല്ലേ TV? ഇവനെ നമുക്ക് TV വെച്ചു കൊടുക്കണം. നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം. നിനക്കെന്താ വേണ്ടത്? ഇവളെന്നെ ഭയങ്കരമായിട്ട് കളിയാക്കലാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോ എന്തെങ്കിലും തെറ്റി അവള് ചിരിച്ചിട്ട് എന്നെ കളിയാക്കാണ്. ഒക്കെ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളി TV ഒക്കെ വെച്ച് സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. അപ്പോ ഞാൻ ഒന്നുകൂടി പറയണം, ഇവരുടെ വീട് ആധാരം പണയത്തിലാണ്. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 2 കുട്ടികളെയും കൊണ്ട് ഈ അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു തീരത്തിൽ ഇവർക്ക് നിവൃത്തിയില്ല. നമ്മളല്ലാതെ ഇവർക്ക് വേറെ ആരുമില്ല, സഹായിക്കാനും ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അർഹതപ്പെട്ട ഒരു കേസാണിത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ, ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.